പിണറായി വിജയനെ തിരുത്താനുള്ള ധാർമ്മികത ആർക്കാണുള്ളത്? പിണറായി വിജയൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന തോമസ് ഐസക്കിന് സാധിക്കുമോ? അദ്ദേഹവും നടത്തിയത് വലിയ കൊള്ളയാണ്. കിഫ്ബിയെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ പണയപ്പെടുത്തി ജനങ്ങളെ ജാമ്യം നിർത്തി അധിക പലിശയ്ക്ക് പണം വാങ്ങി അതിൻ്റെ കമ്മീഷൻ പറ്റുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ്. കേരളത്തിൽ അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭിക്കുമായിരുന്നിട്ടും മസാല ബോണ്ട് എന്ന് പറഞ്ഞ് വിദേശത്തെ ബാങ്കുകളെ സമീപിച്ച് അധികം പലിശയ്ക്ക് കടം വാങ്ങി അതിൻ്റെ കമ്മീഷൻ പറ്റുകയായിരുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും നടന്ന പ്രവൃത്തികളെല്ലാം പാർട്ടി നേതാക്കളെ അഴിമതിക്ക് കാരണമാക്കി അവരുടെ പണം സമ്പാദിക്കാനുള്ള അവസരമാക്കി. തിരുത്താൻ ആർക്കും കഴിയില്ല. മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള ആർജവം കേന്ദ്ര കമ്മിറ്റിക്കുമില്ല. സംസ്ഥാനം ഉണ്ടാക്കുന്ന അഴിമതി പണം അവരും പങ്കുപറ്റിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി ദുർബലമായിരിക്കുന്നു. സീതാറാം യെച്ചൂരിയുടെ പ്രസംഗങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളൂ, പ്രവൃത്തിയിൽ യാതൊരു ശക്തിയുമില്ല. ദുർബലമായൊരു കേന്ദ്ര നേതൃത്വമാണ് CPM-നുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയെ തിരുത്തുക, പാർട്ടി നേതാക്കൾ തിരുത്തുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു ശൈലിയിലും അവർ മാറ്റം വരുത്തുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് SFIയുടെ ഗുണ്ടായുസവും അക്രമമായിരുന്നു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിലയിരുത്തിയിട്ടുള്ളതാണ്. SFI ക്രിമിനലുകൾ ഒരു ഭീകര സംഘടനയെ പോലെ പ്രവർത്തിക്കുന്നു. വൈത്തിരിയിലും മറ്റും ഉണ്ടായിട്ടുള്ള, വെറ്റിനറി കോളേജിൽ ഉണ്ടായിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ കൊലപാതകം അടക്കം നിരവധി സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. SFI കാണിച്ച പേക്കൂത്തുകൾ, ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും നടത്തിയ അക്രമങ്ങൾ, നിരപരാധികൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ, വിദ്യാർത്ഥികളെ തല്ലിക്കൊല്ലൽ, ഇടിമുറി അടക്കമുള്ള സംഭവങ്ങൾ, പ്രാകൃതമായ നടപടികൾ, ക്രൂരമായ റാഗിംഗ്, അധ്യാപകരെ ആക്രമിക്കുന്ന പതിവ്, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. പക്ഷെ 1% പോലും അതിൽ തിരുത്താൻ CPM തയ്യാറില്ല. മുഖ്യമന്ത്രി SFIയെ ന്യായീകരിക്കുകയാണ്. SFIക്ക് ഇടിമുറി സംസ്കാരമില്ല എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി SFIയെ ന്യായീകരിക്കുകയാണ്. SFI നേതാക്കന്മാരുടെ ക്രിമിനൽ കേസുകൾ തന്നെ പരിശോധിച്ചാൽ, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ക്രിമിനൽ കേസുകൾ പരിശോധിച്ചാൽ വിദ്യാർത്ഥി സമരത്തിൻ്റെ പേരിലുള്ളതല്ല, അല്ലാത്ത കേസുകളാണ് പല നേതാക്കന്മാർക്കും എതിരെ. SFIയെ ന്യായീകരിക്കുന്നു.